നടൻ ബാലയ്ക്കെതിരെ ആരോപണവുമായി വീണ്ടും മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ. ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലയ്ക്കെതിരെ ഡോക്ടർ എലിസബത്ത് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഡോക്ടർ എലിസബത്ത് ബാലയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി വന്നിരുന്നു. താൻ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നുവെന്നാണ് ഡോക്ടർ എലിസബത്ത് ഇപ്പോൾ പറയുന്നത്. പീഡനത്തിന് ശേഷം മാനസികമായി തളർന്നെന്നും എലിസബത്ത് പറയുന്നു. ബാലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയിലും ഡോക്ടർ കൂടിയായ എലിസബത്ത് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങളുടെ പദ്ധതി ഇതുവരെ അവസാനിച്ചില്ലേ? ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകൂ. എനിക്ക് PR വർക്ക് ചെയ്യാനുള്ള പണമില്ല. എനിക്ക് നിങ്ങളെപ്പോലെ രാഷ്ട്രീയത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ പിൻബലമില്ല. ഒരിക്കൽ നിങ്ങളുടെ ചെന്നൈയിൽ നിന്നുള്ള പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി. കേരളത്തിലെ പോലീസ് ഓഫീസർ എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് മകളെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. പീഡനത്തിന് പിന്നാലെ ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിനാൽ എൻ്റെ സമ്മതമില്ലാതെ താങ്കൾ എന്ത് ചെയ്താലും അത് പീഡനമാണ്. പണം കൊടുത്തുള്ള കരൾമാറ്റിവെക്കൽ നിയമത്തിനെതിരാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയില്ല, ഇപ്പോഴാണ് പ്രതികരിക്കുന്നത്. ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത്. അതെനിക്ക് കൃത്യമായിട്ടാണ് തോന്നിയത്. എന്തെങ്കിലും നിയമോപദേശമോ തെറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എന്നെ തിരുത്തുക. എൻ്റെ പോസ്റ്റ് ഗുരുതരമായ കുറ്റകൃത്യമാണെങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഞാൻ ശരിക്കും ഭയന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിയമപരമായി നീങ്ങിയാൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലെന്നവർ ചോദിക്കും. ചെന്നൈയിൽ പോലീസ് മൊഴിയെടുത്തുവെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് അവർ ചോദിച്ചില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നു. ഡോക്ടർ എലിസബത്ത് ബാലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസവും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കിടപ്പുമുറിയിൽ വെച്ചുള്ള തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും തന്നെ ബലാത്സംഗം ചെയ്യുമെന്നും തനിക്ക് വന്ധ്യതയുണ്ടെന്നുമൊക്കെ പരസ്യമായി ബാല പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും എലിസബത്ത് ഉദയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിഷാദ രോഗത്തിന് താൻ ഗുളികകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ബാല നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു. നിരവധി പെൺകുട്ടികളെ പല വിധത്തിലും ബാല വഞ്ചിച്ചിട്ടുണ്ട്. നിസ്സഹായതയും ഭയവും കാരണം പലപ്പോഴും കൈകൾ വിറച്ചിരുന്നതായും എലിസബത്ത് പറയുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടുമുട്ടിയത്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അയാൾ മറ്റ് പെൺകുട്ടികൾക്ക് അയച്ച സന്ദേശങ്ങളും വോയിസ് ക്ലിപ്പുകളും ഇപ്പോഴും എൻ്റെ പക്കലുണ്ട്. അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല. അയാൾ ആളുകളെ ക്ഷണിച്ച് എന്നെ വിവാഹം ചെയ്തു. അത് പോലീസിൻ്റെ മുമ്പാകെയാണ് ചെയ്തത്. ജാതകത്തിലെ പ്രശ്നം കാരണം 41 വയസ്സിന് ശേഷമേ വിവാഹം രജിസ്റ്റർ ചെയ്യൂ എന്ന് അദ്ദേഹവും അമ്മയും എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു. മുൻകാല അനുഭവങ്ങൾ കാരണം ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളെയും ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ഇത് തുടർന്നാൽ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യും. ഇങ്ങനെയാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത്.